ഹായ് i3 ഫാമിലി ട്രാവൽ വ്ലോഗിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ കോയമ്പത്തൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ഹൈദരാബാദാണ് നമ്മുടെ ലക്ഷ്യം. നോക്കട്ടെ എവിടം വരെ പോകുന്നുള്ളത്. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. കുട്ടികളെല്ലാം ഹായ് വന്നേ. ഹായ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ത്രൂ ഔട്ട് ജേണിയിൽ കാണാം. ഓക്കെ. രാവിലെ തന്നെ നല്ല ഫോഗാണ് ഇവിടെ എല്ലാം. നല്ല കൂളിംഗ് ക്ലൈമറ്റ് ആണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സേലം ഹൈവേ കൂടെയാണ്. കൊച്ചി വിറക് കൊണ്ടോണം കണ്ടില്ലേ. LPG ക്ഷാമം കാരണം ഇപ്പൊ എല്ലാരും വിറകിലേക്ക് മാറി. എന്തോരം വിറക. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് മേടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. നമ്മൾ ത്രൂ ഔട്ട് ജേർണി ഫുഡ് കുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. രാവിലെ ഇതുപോലെ എന്തെങ്കിലും ബ്രെഡോ സാൻഡ്വിച്ച് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ജാം അങ്ങനെയൊക്കെ ആണെങ്കിൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ MDS ബേക്കറി അവിടെ നിർത്തിയേക്കുക. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു കാഴ്ച കാണാൻ. ഈ ആകാശത്തൊരു ചുമന്ന പുട്ട് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന നമ്മുടെ സൂര്യൻ. എത്ര കണ്ടാലും മതിയാവില്ല ഈ ഒരു കാഴ്ചകൾ. പാലത്തിന്റെ എൻട്രൻസ് എന്താ രസം. ഏത് ബ്രിഡ്ജാ? ബ്രിഡ്ജിന്റെ പേര് കണ്ടില്ല. Get peace of mind of what's coming next when you're listening. Turn off shuffle to tune into playlists and albums from start to finish, all while enjoying uninterrupted music listening. Discover more ways to stay in your zone with Spotify Premium. ബാംഗ്ലൂരിലേക്ക് 207 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. കൃഷ്ണഗിരി, ഹൊസൂര്, ബാംഗ്ലൂർ. ഇപ്പൊ നമ്മള് സേലം എത്തിയല്ലേ. അങ്ങനെ സേലം ടൗൺ എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വണ്ടിയിൽ തന്നെ കഴിഞ്ഞു. ബ്രെഡും ചോക്കോസ് ബ്രെഡും ആക്കി അതങ്ങനെ കഴിഞ്ഞു. പിള്ളേർ നല്ല ഉറക്കമാണ് ഇപ്പോൾ.
ബാംഗ്ലൂർ 207 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ബാംഗ്ലൂർ കഴിഞ്ഞും പോണം നമുക്ക്. ഹൈദരാബാദ് വെച്ച് പിടിക്കാം. 778 കിലോമീറ്ററാണ് ഹൈദരാബാദ് കാണിച്ചത്. അവിടെ എവിടെയെങ്കിലും എത്താറാകുമ്പോഴത്തേക്കും മാക്സിമം നോക്കി റൂം എടുക്കാന്നുള്ള പ്ലാനിങ്ങിലായി. എന്താ റോഡല്ലേ ഇങ്ങനെ നീണ്ടു കിടക്കണേ. നമ്മുടെ ലാലേട്ടൻ ബാംഗ്ലൂർ ഇനി 156 കിലോമീറ്റർ. ഫുള്ള് കാറ്റാടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലീഫാണ്. കണ്ടില്ലേ എന്തോരോന്ന് നോക്കി. അവിടെ ഒരെണ്ണം. എന്താ വലുത്. ഇതൊക്കെ ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. ഇത് കണ്ടില്ലേ, വാഴ എല്ലാം ഉണ്ട് രണ്ട് സൈഡും. ഇതൊക്കെ ഫുള്ളും മാമ്പഴത്തോട്ടമാണ്. നിറയെ പൂത്ത് കിടക്കുന്നുണ്ട് അതിനകത്ത് മാങ്ങകൾ ഫുള്ള്. ഇതേ അവിടെ കാണുന്നതെല്ലാം ചെറിയ ചെറിയ മരങ്ങൾ, പക്ഷെ നിറയെ പൂത്ത് ഇങ്ങനെ കിടക്കണേ മാങ്ങകൾ. ഇതല്ലേ അത് നിറയെ. എന്തോരോ മാംഗോ ആണോ? മാംഗോ മാംഗോ ആണോ ബ്രോ? കേറി പറിച്ചോ. കേറി പറിക്കോ ബ്രോ? കണ്ടില്ലേ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണത്, റായക്കോട്ടൈ. അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കണോണ്ടിട്ട് നമുക്ക് റൂട്ട് മാറ്റി വിട്ടെങ്കിൽ ഇപ്പൊ ഏതൊരു വില്ലേജിൽ കൂടെയാണ്, റായക്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നമ്മൾ പോകുന്നത്. കണ്ടില്ലേ ഫുൾ അച്ചിങ്ങയാണ്, നല്ല ഫ്രഷ് അച്ചിങ്ങ കൊണ്ട് പോവാണ്. ബീഫാണ്
കാക്കത്തി ഉണ്ടാക്കണല്ലേ അവിടെ. പല്ലയ്യൂർ, അവിടെ എത്തി. പല്ലയ്യൂർ വഴി മോശമാണ്. അപ്പുറത്ത് നല്ല 6 വരി ഹൈവേ പണിതുകൊണ്ടിരിക്കുക. വന്നതിന് അടിപൊളിയായിരിക്കും അല്ലേ. ലോക്കൽ മാർക്കറ്റേക്കാണ്. ഫുള്ള് പച്ചക്കറികളും എല്ലായിട്ട് കണ്ടില്ലേ. ഫുള്ള് ക്യാബേജ് എല്ലാം ഉണ്ട്. വഴി കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്തിന്റെ? ക്യാബേജിന്റെയാ? ക്യാബേജ് കൃഷി. ആ ഷെഡിലൊക്കെ അതാ. അങ്ങനെ നമ്മുടെ കൊച്ചി ടു കാശ്മീർ ട്രിപ്പിലെ 3ാമത്തെ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലേക്ക് നമ്മൾ അങ്ങനെ കേറിയിരിക്കുകയാണ്. എത്ര സംസ്ഥാനം കടന്നു വേണമല്ലേ പോവാൻ. നമ്മള് കർണാടകയിലേക്ക് കയറിയപ്പോ തന്നെ ഫുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലേ, മരങ്ങളുടെയും റോഡിന്റെയും എല്ലാം. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മള് കർണാടകയിലോട് വിട പറഞ്ഞിട്ട് ആന്ധ്രയിലേക്ക് കയറി. കൊച്ചി ടു കാശ്മീർ ട്രാവൽ ബ്ലോഗിന്റെ 4ാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വെൽക്കം ടു ആന്ധ്ര. ഇത് കർണാടക ഹൈവേയിൽ തന്നെയുള്ള ഒരു കൊറിയൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഒതൻറ്റിക് ആയിട്ടുള്ള കൊറിയൻ ഫുഡും അതുപോലെ തന്നെ കുറേ കൊറിയൻ സ്നാക്സും കിട്ടും. ഇവിടെ കയറി കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവും അറിയത്തില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ കിയ മാനുഫാക്ചറിങ് കമ്പനി. കിയയുടെ വണ്ടികളെല്ലാം ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള എല്ലാ കിയയുടെ വണ്ടികളും ഇവിടുന്ന് പോകുന്നത്. 560 ഏക്കർ ഭൂമിയിലാണ് ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടില്ല എന്ത് വലുതാ.
അങ്ങനെ ദേ ഹൈദരാബാദ് എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല രാത്രിയായിരുന്നു. കാരണം നമുക്ക് വഴിയിൽ വെച്ച് ചെറിയൊരു പണി കിട്ടിയായിരുന്നു. ചെറിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ടൈമിൽ കണ്ടതുകൊണ്ടിട്ട് ചെറിയ പണിയായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇനി പറയുന്നതായിരിക്കും. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും ഞങ്ങളുടെ ഈ ചെറിയൊരു ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. ടാറ്റാ.